നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വാവ്, വാട്ട് എ മാച്ച്! ത്രില്ലർ, അടി, തിരിച്ചടി, പുറകോട്ട് പോവല്, തിരിച്ചുവരവ്. ബാഴ്സയുടേതായ രൂപത്തിൽ ആധിപത്യവും പുലർത്തിക്കൊണ്ട് കളിച്ചു. ഇന്റർ കിട്ടിയ അവസരങ്ങൾ ഗോളാക്കി മാറ്റി. അങ്ങനെ ബലാബലം 3-3 സമനില. ഇനി ബാക്കി അങ്ങ് രണ്ടാം പാദത്തിൽ സാൻസിറോയിൽ കാണാം. എന്തായാലും ബാഴ്സലോണയിൽ മത്സരം സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. പണ്ടത്തെ അവസ്ഥയാണെങ്കിൽ എവേ ഗോളിൻ്റെ ആനുകൂല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇന്ററിന് വലിയ അനുകൂല്യമായിട്ട് മാറിയേനെ. പക്ഷെ അതിപ്പോഴില്ല. അത് പറയുന്നതിൽ അർത്ഥവുമില്ല. എന്തായാലും കിടിലൻ പോരാട്ടം. സൂപ്പർ താരങ്ങൾക്ക് അതിനിടയ്ക്ക് പരിക്കും പറ്റി. കൂണ്ടയ്ക്കും പരിക്ക്, ലൗട്രോക്കും പരിക്ക്. അതൊക്കെ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാം പാദത്തിൽ അവരുണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും മത്സരത്തിൽ ഡംഫ്രീസിനെ സമ്മതിക്കണം. എജ്ജാതി ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ള 2 ഗോളുകളും. അതുപോലെ ലാമിൻ യമാൽ തൻ്റെ 100ാമത്തെ മത്സരം പൊളിച്ചെടുക്കുന്ന പെർഫോമൻസാണ് കണ്ടത്. ടോറസ് ഗോളടിച്ചിരിക്കുന്നു. റഫീഞ്ഞയുടെ കിടിലൻ ഷോട്ട്, അത് അൺഫോർച്ചുനേറ്റ്ലി യാൻ സോമറാണ് അതിന് ഇരയായത്. അദ്ദേഹത്തിൻ്റെ പേരിൽ അത് ഓൺ ഗോളായിട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. എന്തായാലും കളിയുടെ കാര്യത്തിലേക്ക് വന്നാൽ FC ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ടോറസും റാഫീഞ്ഞയും ഓൾമോയും യമാലും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് ലൗട്രോ മാർട്ടിനസും തുറാമും ചേർന്നുകൊണ്ട് ഇന്റർ മിലാൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ തുറാമിലൂടെ ഇന്റർ മിലാൻ ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. മറുപടി ഗോളിനായിട്ട് ബാഴ്സ ശ്രമിക്കുന്നതിനിടെ ഡംഫ്രീസിൻ്റെ ഗോൾ വന്നു. അതോടുകൂടി കളി 21 മിനിറ്റിലേക്ക് എത്തുമ്പോൾ 2-0 സ്വന്തം മൈതാനത്ത് ബാഴ്സലോണ പുറകിൽ. അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ബാഴ്സയുടെ ചുണക്കുട്ടികൾ. കിടിലൻ പ്രകടനത്തോടുകൂടി ലാമിൻ യമാലിൻ്റെ മികച്ചൊരു ഗോൾ പിറക്കുന്നു. 24ാമത്തെ മിനിറ്റിൽ സ്കോർ 2-1. കഴിഞ്ഞില്ല. 38ാമത്തെ മിനിറ്റിൽ ടോറസിൻ്റെ ഗോൾ പിറക്കുന്നു. മത്സരം 2-2 എന്ന രൂപത്തിലേക്ക്. ഇടവേള സമയത്ത് സമനിലയായിരുന്നു. രണ്ടാം പകുതിയിൽ പക്ഷേ 63ാമത്തെ മിനിറ്റിൽ ഡംഫ്രീസിൻ്റെ അടുത്ത ഗോൾ പിറക്കുന്നു. അതോടുകൂടി വീണ്ടും ഇന്ററിന് ലീഡ് ചെയ്യുന്ന തൊട്ടടുത്ത മിനിറ്റിലാണ് റഫീഞ്ഞയുടെ ആ ഒരു ഷോട്ട് വരുന്നത്. ബാറിലടിക്കുന്നു, സോമറിൻ്റെ ദേഹത്ത് കൊള്ളുന്നു, വലയിലേക്ക് പോകുന്നു. ഗോളിന് എല്ലാ ക്രെഡിറ്റും റഫീഞ്ഞയ്ക്ക് തന്നെ. പക്ഷെ ഓൺ ഗോളാണ്. അത് ഒഫീഷ്യലി രേഖപ്പെടുത്തുക. മത്സരം 3-3 സമനില. ഇരുഭാഗത്തേക്കും നീക്കങ്ങൾ വീണ്ടും നടന്നു. ബാഴ്സ ആധിപത്യം പുലർത്തി. പക്ഷേ ഗോളുകൾ പിന്നീട് വരാതെയായതോടെ മത്സരം 3-3 സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. ലാമിൻ യമാലിനെ കൈയടിക്കണം. 100ാമത്തെ മത്സരം അവൻ പൊളിച്ചടുക്കി. ഒരു ഗോൾ അവൻ നേടി. ബാഴ്സയുടെ തിരിച്ചുവരവിന് അവനാണ് വഴിയിട്ടത്. അതുപോലെ 2 ഷോട്ടുകൾ ബാറിലടിക്കുന്ന സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടു. സോ ഏതായാലും കളി 3-3 സമനില. ഇനി നമ്മളൊക്കെ കാത്തിരിക്കുന്ന രണ്ടാം പാദ മത്സരമാണ്. ആ മത്സരം മെയ് 6-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ മെയ് 7 പുലർച്ചെ 12:30 ആ കളി നടക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.